നിങ്ങളുടെ കിച്ചണിലേക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കിച്ചൺ ഗാഡ്ജറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അരി വേവിക്കാൻ റൈസ് കുക്കർ, ചിക്കൻ ചുട്ടെടുക്കാൻ എയർ ഫ്രയർ, ഇഡ്ഡലി ഉണ്ടാക്കാൻ സ്റ്റീമർ എന്നിങ്ങനെ കുറേ അധികം സാധനങ്ങൾ നിങ്ങളുടെ അടുക്കളയിലുണ്ടാകും. എന്നാലേ ഫിലിപ്സിൻ്റെ വൺ ഷെഫ് ഉണ്ടെങ്കിൽ കറി ആയിക്കോട്ടെ, ഫ്രൈ ആയിക്കോട്ടെ, ഇനി കേക്ക് ആയിക്കോട്ടെ, എന്തും ഏത് തരം ഡിഷും ഈ ഒരൊറ്റ ഡിവൈസിൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോക്സ് തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മുടെ ഈ മെയിൻ കുക്കിംഗ് യൂണിറ്റ് കൂടാതെ കുക്കിംഗ് പോട്ട്, ഒരു ഗ്ലാസ് ലിഡ്, എയർ ഫ്രൈയിങ് റാക്ക്, ഇഡ്ഡലി സ്റ്റാൻഡ്, പിന്നെ ഒരു സ്റ്റീമിംഗ് ബാസ്ക്കറ്റും ഉണ്ടാകും. മെയിൻ കുക്കിംഗ് യൂണിറ്റിന് മാറ്റ് ഫിനിഷുള്ള കറുത്ത ബോഡിയാണ്. ഫിലിപ്സ് ആയതിനാൽ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഹെവി സ്ട്രോങ് ആണ്. ഇവിടെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു കൺട്രോൾ പാനലുണ്ട്. പവർ കണക്ട് ചെയ്താൽ അത് ഇതുപോലെ തെളിയും. 16 ആംപിയർ പ്ലഗ് പോയിന്റ് ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമാണ്. മുകളിലെ ഈ സോഫ്റ്റ് ക്ലോസിംഗ് ആയിട്ടുള്ള ലിഡ് തുറന്നിട്ട് ഇവിടെ നമ്മൾ ഏത് തരം പാചകം ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് അറ്റാച്ച്മെൻറ്റുകൾ ഉപയോഗിക്കാം. ഇതിന് 6 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഫാമിലി ആയാലും ഇനിയിപ്പോൾ ഗസ്റ്റുകൾ വന്നാലും എല്ലാത്തിനും അനുയോജ്യമാണ്. ഇതാണ് ഇതിൻ്റെ കൂൾ ടച്ച് ഹാൻഡിൽസ്. ഇതുള്ളതിനാൽ പുറത്തു പിടിക്കുമ്പോൾ ചൂട് ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി നോക്കാം. പവർ ബട്ടണിൽ ടച്ച് ചെയ്താൽ ഇതുപോലെ 6 മോഡുകൾ തെളിയും. എയർ ഫ്രൈ, സ്റ്റിർ ഫ്രൈ, കറി, സ്റ്റീം, ബോയിൽ, കീപ്പ് വാം എന്നിവയാണവ. എയർ ഫ്രൈ എന്നത് സെലക്ട് ചെയ്താൽ കൺട്രോൾ പാനലിന്റെ ഇടതുവശത്ത് വെജ്, ചിക്കൻ, ഫിഷ്, പനീർ, കേക്ക്, പിസ്സ, ഫ്രൈസ് എന്നിങ്ങനെ പ്രീസെറ്റുകളും ഒപ്പം ടെമ്പറേച്ചറും തെളിയും. വലതുവശത്ത് മാനുവൽ എന്നും കാണാം. നമുക്ക് ആരോ സിമ്പിളുകൾ ഉപയോഗിച്ച് പ്രീസെറ്റുകൾ ഇഷ്ടമായത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ മാനുവൽ എന്നത് സെലക്ട് ചെയ്താൽ താഴെയുള്ള ടെമ്പറേച്ചർ ബട്ടൺ സെലക്ട് ചെയ്ത് ആരോ കീ പ്രസ് ചെയ്താൽ ടെമ്പറേച്ചർ മാറ്റി സെലക്ട് ചെയ്യാം. അതുപോലെ ടൈമിന്റെ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കുക്കിംഗ് ടൈമും സെലക്ട് ചെയ്യാം. എയർ ഫ്രയർ മോഡുകൾ അല്ലാത്തവയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ നമുക്ക് ലോ, മിഡ്, ഹൈ എന്നിങ്ങനെയായിരിക്കും കാണിക്കുക. പ്രീസെറ്റ് മോഡുകൾ അല്ലെങ്കിൽ ടെമ്പറേച്ചറും ടൈമും സെലക്ട് ചെയ്താൽ സ്റ്റാർട്ട്, പോസ്റ്റ് ബട്ടൺ അമർത്തിയാൽ കുക്കിംഗ് ആരംഭിക്കും. ഫിലിപ്സ് ഇതിൽ 33 സ്മാർട്ട് കുക്കിംഗ് ഫംഗ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദിവസവും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പല അപ്ലയൻസുകളും ചെയ്യുന്ന ജോലി ഇത് ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് അർത്ഥം. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആംബി ഹീറ്റ് ടെക്നോളജി. അതായത് ഹീറ്റ് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഫുഡ് ഇവൻലി കുക്കാക്കാൻ സഹായിക്കും. അപ്പോൾ അതിനൊപ്പം ഇൻ്റലിജൻറ്റ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്. അതിനാൽ ഫുഡ് ഓവർ കുക്ക് ആവാതെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇന്ത്യൻ ഡിഷസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കുക്കിംഗ് ഏത് ചെയ്യുമ്പോഴും കുക്കിംഗ് ബോട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലിഡ് തുറന്നാൽ കുക്കിംഗ് ഓട്ടോമാറ്റിക്കായി പോസ് ആവുകയും ലിഡ് ക്ലോസ് ചെയ്യുമ്പോൾ കുക്കിംഗ് പുനരാരംഭിക്കുകയും ചെയ്യും. ലിഡ് തുറന്നു വെച്ചും നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ കഴിയും. ബോയിൽ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കുക്കിംഗ് ബോട്ടിലെ മിനിമം മാക്സിമം ലെവലുകൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഗ്ലാസ് ലിഡ് ഉപയോഗിച്ച് ആവശ്യമെങ്കിൽ അടച്ചു വയ്ക്കാം. ഇനി സ്റ്റീം മോഡിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കിംഗ് ബോട്ട് വെച്ചതിന് ശേഷം അതിലാവശ്യമായുള്ള വെള്ളം നിറച്ചിട്ട് അതിന്മേൽ സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് വച്ച ശേഷമായിരിക്കണം ഇഡ്ഡലി തട്ട് വെക്കേണ്ടത്. ശേഷം ഗ്ലാസ് ലിഡ് ഉപയോഗിച്ച് മൂടാം. കുക്കിംഗ് കഴിഞ്ഞാൽ തയ്യാറാക്കിയ ഭക്ഷണം എപ്പോഴും ചൂടായിരിക്കാനായിട്ട് കീപ്പ് വാം മോഡ് തനിയെ ആക്റ്റീവ് ആവും. ഇത് ആവശ്യമില്ലെങ്കിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും മുൻപേ ഓഫ് ആക്കി വെക്കണം. ഇനി നമുക്ക് ഭക്ഷണം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ കീപ്പ് വാം മോഡ് നിശ്ചിത സമയത്തേക്ക് ഓൺ ആക്കാനും സാധിക്കും. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഡിഷ് വാഷർ ഫ്രണ്ട്ലി ആണ്. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയോ സ്പോഞ്ചോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. എങ്ങനെയുണ്ട് ഫിലിപ്സിൻ്റെ ഈ പുത്തൻ കിച്ചൺ ഗാഡ്ജറ്റ്? പലവിധ ആവശ്യങ്ങൾക്കായിട്ട് പല വിധത്തിലുള്ള അപ്ലയൻസുകൾ വാങ്ങുന്നത് ഇത് ഒരെണ്ണം വാങ്ങി ഒഴിവാക്കാം. ഈസിയുമാണ്, ഫാസ്റ്റുമാണ്. ഏകദേശം 20,000 രൂപയ്ക്കടുത്ത് വില വരും ഇതിന്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അതെന്തായാലും മറക്കാതെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.